നമ്മൾ ഉറക്കെ മലയാളികളെല്ലാം ഉറക്കെ പറയണം, ഇതാണ് നമ്മുടെ കേരളം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? കേരളം കാത്തിരുന്ന കുഞ്ഞുവാവയുടെ മെമ്മറി കാർഡ് KSRTC ബസ്സിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മലയാളികളെ, ഇങ്ങനെയല്ലാതെ വല്ലതും സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ കുഞ്ഞുവാവയും കെട്ടിയോൻ മൂത്തുവാവയും ഉറഞ്ഞു തുള്ളിയും പൂരപ്പാട്ട് പാടിയും ദാ അലിഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പോയി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് റിയൽ കേരള സ്റ്റോറി. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഏതവന്റെയും നെഞ്ചത്ത് കയറാം, ഭരണിപ്പാട്ട് നടത്താം, അവന്റെ ഒക്കെ തന്തയ്ക്ക് വിളിക്കാം. കൂട്ടിനുണ്ടാവും നമ്മുടെ സർക്കാർ, കൂട്ടിനുണ്ടാവും നമ്മുടെ ഭരണകൂടം, കൂട്ടിനുണ്ടാവും നമ്മുടെ ജനകീയ പോലീസ്. നിങ്ങൾ എന്ത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ എന്ന് വെച്ചാ ആടിനെ പട്ടിയാക്കുന്നതും പട്ടീനെ ആടാക്കുന്നതും ഒരു ഷോയാണ്. കാക്കി അടിഞ്ഞ ഒരു ഏമാൻ ഒരു നാണവും മാനവും കൂടാതെ പറയാണ്, എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വിവാദ വണ്ടിയിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഉളുപ്പില്ല എനിക്ക്. ഈ മുഖത്തെ നാണമില്ലായ്മ കാണോ പ്രിയപ്പെട്ടവരെ? എടാ ചെറ്റേ, നിനക്കൊക്കെ പോലീസ് പണി പറഞ്ഞിട്ടില്ലടാ നാറി. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. എടാ ചെറ്റേ, നിനക്കൊക്കെ പോലീസ് പണി പറഞ്ഞിട്ടില്ലടാ നാറി. പോയി ചെറിക്കാൻ പോ. അത് ചോറായി, എനിക്കിഷ്ടായി. ഇന്നലെ മുതൽ കുഞ്ഞുവാവയെ നക്കി വെളിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുവാവയുടെ കോന്തൻ നായരെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കും പോലെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന നികേഷ് എന്ന പത്രച്ചെറ്റേ, യദുവിനെ, അവന്റെ കുഞ്ഞിനെ, അവന്റെ അച്ഛനെ, അമ്മയെ എല്ലാം കാണാതാവും. അപ്പോഴും നികേഷ് കുഞ്ഞുവാവയെ കുളിപ്പിച്ചോണ്ടിരിക്കും റിപ്പോർട്ടർ ചാനലിന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അപ്പൊ നമ്മളിത് കണ്ടപ്പോ നിങ്ങളുമായി ഷെയർ ചെയ്തത് മാത്രം. അപ്പോ വീണ്ടും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.